പകൽ കാണുന്ന ശാന്തതയൊന്നും ആ കിണറ്റിന്റെ അരികിൽ രാത്രി ഉണ്ടായിരുന്നില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ കിണറ്റിലെ വെള്ളം തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു. ആ വെള്ളം തിളയ്ക്കുന്ന ശബ്ദം കേട്ട് അവൻ ഭയന്നു വിറച്ചു. അവൻ ഒരു പ്രാവശ്യം കൂടി ആ കിണറ്റിലേക്ക് നോക്കി. അതാ പച്ച നിറത്തിലുള്ള വെള്ളം. അതിൻ്റെ മുകളിലായി ഒരു വവ്വാൽ കിണറ്റിൽ നിന്നും ഉയർന്നു വന്നു. അവൻ ഭയന്നു. ആ വവ്വാൽ മനുഷ്യരെ പോലെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. "നീ ഭയക്കേണ്ട, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ." വവ്വാലിൻ്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ അവന് ഭയം തോന്നി. ആ കണ്ണുകളിൽ ദീർഘനാളത്തെ ഏകാന്ത ജീവിതത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും തീക്കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. ധാരാളം കഥകളുടെ നിഗൂഢതകൾ ആ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. നിങ്ങളാണോ കിണറ്റിലെ പ്രേതം? വിറയ്ക്കുന്ന ചുണ്ടുകളോടെ രാമു ചോദിച്ചു. "ഞാൻ പ്രേതമല്ല കുട്ടി, എൻ്റെ പേര് സുധർമ്മൻ. വിക്രമാദിത്യ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ഞാൻ. ഞങ്ങളൊരു ദുഷ്ടമാന്ത്രികന്റെ വലയിൽ അകപ്പെട്ടു. രാജാവും ഞാനും അവൻ്റെ തടങ്കലിലാണ്.